Hello everyone, welcome to my class. In this video, I'm going to talk about figures of speech in English. What is a figure of speech? A figure of speech is a way of using words to create a special effect or meaning. പോയട്രി എഴുതുമ്പോൾ വേർഡ്സിനെ എത്ര ബ്യൂട്ടിഫുൾ ആക്കാൻ പറ്റുമോ അത്രയും ബ്യൂട്ടിഫുൾ ആക്കും. എന്നാലാണ് വായിക്കുന്ന നമുക്ക് റീഡേഴ്സിന് അതിലൊരു എന്താ പറയുക സ്പെഷ്യൽ ഒരു ഇഫക്റ്റ് അല്ലെങ്കിൽ നമുക്കത് എത്രയും നന്നായി ആസ്വദിക്കാൻ പറ്റണമെങ്കിൽ ഈ പറയുന്ന പോയറ്റിക് ഡിവൈസസ് അതിൽ യൂസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ചെറുപ്പം മുതലേ പോയറ്റിക് ഡിവൈസസ് ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. കോമൺ ആയിട്ടുള്ള കുറച്ച് ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ഏതൊക്കെയാണ്? സിമിലി, മെറ്റഫർ, പെർസോണിഫിക്കേഷൻ, അലിറ്ററേഷൻ, അസോണൻസ്, ഓണമെറ്റപ്പോയിയ, ഓക്സിമോറോൺ, ഹൈപ്പർബോളി, ആനഫോറ, റെപ്പിറ്റീഷൻ, ഇതെല്ലാം ഫിഗേഴ്സ് ഓഫ് സ്പീച്ചാണ്. നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ഇത് കേട്ടിട്ടുണ്ടാവും. ഒരു പോയട്രി തന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ഫിഗേഴ്സ് ഓഫ് സ്പീച്ചൊക്കെ ഇതിൽ വന്നിട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോൾ, അല്ലേ? അപ്പോൾ എന്താണ് ഈ പറയുന്ന സിമിലി, എന്താണ് മെറ്റഫർ എന്നൊക്കെ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും ഏത് പോയട്രിയിലും ഉപയോഗിച്ചേക്കുന്ന ഈ പറയുന്ന പോയറ്റിക് ഡിവൈസസ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഏതൊക്കെയാണ് കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ഈ പോയറ്റിക് ഡിവൈസസ് എന്നും അതെന്താണ് പോയട്രിയിൽ ഉണ്ടെങ്കിൽ അതെങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം എന്നൊക്കെയാണ് ഏറ്റവും ഈസി ആയിട്ട് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സിമിലി എന്താണെന്ന് നോക്കാം. സിമിലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് അല്ലെങ്കിൽ ആസ് ഉപയോഗിച്ച് കമ്പയർ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാം. അതായത് പോയട്രി എഴുതുമ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഷീ ഈസ് ലൈക്ക് എൻ ഏഞ്ചൽ, അവൾ ഒരു മാലാഖയെ പോലെയാണ് എന്ന് പറയുമ്പോൾ അവിടെ പോയിട്ട് അല്ലെങ്കിൽ ആ എക്സാമ്പിളിൽ ലൈക്ക് എന്നൊരു വേർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അല്ലേ? അവൾ ഏഞ്ചലിനെ പോലെയാണ് എന്ന് കാണിക്കാൻ പോയിട്ട് അവിടെ ലൈക്ക് ഉപയോഗിച്ചു. ഷീ ഈസ് ലൈക്ക് എൻ ഏഞ്ചൽ, അവിടെ എന്താണ്? സിമിലിയാണ്. അല്ലെങ്കിൽ വേറൊരു എക്സാമ്പിൾ പറയാം. ആസ് ബ്രേവ് ആസ് ലയൺ, ഹി ഈസ് ആസ് ബ്രേവ് ആസ് ലയൺ എന്ന് പറയുകയാണെങ്കിൽ അവൻ ലയണിനെ പോലെ ബുദ്ധിയുള്ളവനാണ്. അവിടെ ആസ് കണ്ടോ, ബ്രേവ് ആസ് എ ലയൺ, അതായത് ലയണിൻ്റെ പോലെ ബുദ്ധിയുള്ളത്. അവിടെയും എന്താണ്? സിമിലിയാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ പോയട്രിയിൽ ലൈക്കോ അല്ലെങ്കിൽ ആസോ ഉപയോഗിച്ച് കമ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് സിമിലി. ഒരു എക്സാമ്പിൾ അല്ലെങ്കിൽ ഒരു ട്രിക്ക് പറഞ്ഞുതരാം. സിമിലി നമ്മൾ ഇപ്പോൾ ചാറ്റൊക്കെ ചെയ്യുമ്പോൾ സിമിലി അതായത് സ്മൈലി എന്നുള്ള സംഭവം ഉപയോഗിക്കാറില്ലേ? സ്മൈലി ഒക്കെ അയക്കാറുണ്ട്. അപ്പോൾ അതേപോലെ ലൈക്ക് അയക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെ കണക്ട് ചെയ്ത് നോക്കിയേ. സിമിലി ലൈക്ക് കണ്ടു കഴിഞ്ഞാൽ സിമിലി, അതായത് ലൈക്കും സ്മൈലും കണക്ട് ചെയ്താൽ മതി. അപ്പോൾ ലൈക്ക് എന്നൊരു വേർഡ് കണ്ട സിമിലി, അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാനായിട്ട് ചുമ്മാ ഒരു എളുപ്പം പറഞ്ഞു തന്നാണ് കേട്ടോ, ഒരു ട്രിക്ക് പറഞ്ഞു തന്നാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് മെറ്റഫർ. ചിലപ്പോൾ പോയിട്ട് ലൈക്കും ആസും ഉപയോഗിക്കാതെയും കമ്പയർ ചെയ്യും. ഒരു പോയട്രി ഉണ്ട്, എനി വുമൺ എന്ന് പറഞ്ഞിട്ട്, കാതറിൻ ടൈനാൻ്റെ. ആ പോയട്രിയുടെ തുടക്കത്തിൽ വരികൾ പറയാം. ഐ എം ദ പില്ലേഴ്സ് ഓഫ് ദി ഹൗസ്, ഐ എം ദ കീ സ്റ്റോൺ ഓഫ് ദി ആർച്ച്, ഐ എം ദ ഫയർ അപ്പോൺ ദ ഹെർത്ത്, ഇങ്ങനെയൊക്കെ അതിൽ പറയുന്നുണ്ട്. അതായത് ഐ ആം എന്ന് ഉദ്ദേശിക്കുന്നത് മദർ അല്ലെങ്കിൽ വുമണിനെയാണ്. ഒരു വീട്ടിലെ അമ്മ അല്ലെങ്കിൽ ഒരു വുമൺ എന്ന് പറയുന്നത് വീടിൻ്റെ തൂണ് പോലെയാണ്. അതായത് ഐ ആം ദ പില്ലേഴ്സ് ഓഫ് ദി ഹൗസ്. കണ്ടോ, അവിടെ ലൈക്ക് ഉപയോഗിച്ചിട്ടില്ല, പക്ഷെ അമ്മ അല്ലെങ്കിൽ ഒരു വുമൺ വീട്ടിലെ തൂണുകൾ പോലെയാണ് എന്ന് പറഞ്ഞേക്കാണ് അവിടെ. കണ്ടോ, കമ്പാരിസൺ അവിടെ നടന്നു. അതായത് ലൈക്കും ആസും ഉപയോഗിക്കാതെ തന്നെ കമ്പയർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അതിനെയാണ് മെറ്റഫർ എന്ന് പറയുന്നത്. ലൈക്കും ആസും ഉപയോഗിച്ച് കമ്പയർ ചെയ്താൽ സിമിലി, ലൈക്കും ആസും ഉപയോഗിക്കാതെ കമ്പാരിസൺ നടത്തിയാൽ മെറ്റഫർ. ഇനിയും ഒരെണ്ണം പറയാം, പേഴ്സോണിഫിക്കേഷൻ. അതായത് ചില ജീവനില്ലാത്ത, അതായത് ഇപ്പോൾ സൂര്യൻ, ഒരു എക്സാമ്പിൾ എന്ന് തുടങ്ങാം. സൂര്യൻ എന്നെ നോക്കി ചിരിച്ചു എന്ന് ഞാൻ പറഞ്ഞു. സൂര്യന് ജീവനുണ്ടോ? ഇല്ല. ആരാ ശരിക്കും ചിരിക്കുന്നത്? ഹ്യൂമൻ ബീയിങ്സ് ആണ് ചിരിക്കുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞു സൂര്യൻ എന്നെ നോക്കി ചിരിച്ചു എന്ന്. അപ്പോൾ ജീവനില്ലാത്ത ഇനാനിമേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഹ്യൂമൻ ബീയിങ്സ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞ് പോയറ്റ്സ് എഴുതും. അങ്ങനെ ചെയ്താലാണ് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയാം. ഡെത്ത് ദ ലെവലർ എന്ന് പറഞ്ഞിട്ട് ജെയിംസ് ഷെർലിയുടെ ഒരു പോയട്രി ഉണ്ട്. അതിൽ ഡെത്ത് ലേസ് ഹിസ് ഐസി ഹാൻഡ് ഓൺ കിങ്സ് എന്ന് പറയുന്നുണ്ട്. മരണം അതിൻ്റെ തണുത്ത കൈകൾ കിങ്സിൻ്റെ മേളിലും വയ്ക്കും. അതായത് കിങ് ആണെങ്കിൽ പോലും ഒരു നാളിൽ മരണം ഉണ്ടാവും എന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്?
മരണം അതിൻ്റെ തണുത്ത കൈകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും കൈകളുള്ളതും കൈകൾ ഇങ്ങനെ വെക്കുന്നത് ആരാണ്? ഹ്യൂമൻ ബീങ്സ് ആണ്. പക്ഷെ ഇവിടെ മരണം അങ്ങനെ ചെയ്യുന്ന പറഞ്ഞേക്കണേ. അപ്പോൾ അവിടെ എന്താണ് യൂസ് ചെയ്തേക്കുന്നത്? പേഴ്സോണിഫിക്കേഷൻ ആണ്. വേറെ ഒരെണ്ണം നോക്കാം നമുക്ക്. അലിറ്ററേഷൻ. കോൺസണൻസ് വോവൽസ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. എ ഇ ഐ ഒ യു വെച്ച് തുടങ്ങുന്നത് വോവൽസ് ആണ്. ബാക്കി ബി സി ഡി ഇതൊക്കെയാണ് കോൺസണൻസ് എന്ന്. പിന്നെ വോവൽ സൗണ്ട്സ് പറയുമ്പോൾ ഈ പറയുന്ന എ ഇ ഐ ഒ യു മാത്രമല്ല, അതിൽ വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ വരും. അതെന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയി നമുക്ക് വേറൊരു വീഡിയോയിൽ പറയാം. പക്ഷേ ഇതിൽ ഒരു കാര്യം ഓർക്കുക, അലിട്രേഷനിൽ നമുക്ക് വേണ്ടത് കോൺസണൻറ്റ് സൗണ്ട്സ് ആണ്. അപ്പോൾ കോൺസണൻസ് ഏതാണെന്നുള്ളത് ഐഡിയ കിട്ടാൻ എന്താണ്, നമുക്ക് മലയാളത്തിലെ സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും അറിയാമല്ലോ. യെസ്. അപ്പോൾ വ്യഞ്ജനാക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ക ഗ ഗ ഖ ങ. ഇതാണ് വ്യഞ്ജനാക്ഷരങ്ങളിൽ വരുന്നത് അല്ലേ. അങ്ങനെ യ ര ല വ ശ ഷ സ ഹ ള ഴ റ വരെ വ്യഞ്ജനാക്ഷരങ്ങളാണ്. അപ്പോൾ വ്യഞ്ജനാക്ഷരങ്ങൾ വെച്ചാണ് വാക്കുകൾ തുടങ്ങിയിരിക്കുന്നതെങ്കിൽ അവിടെ കോൺസണൻ്റ് ആണ്. എക്സാമ്പിൾ നോക്കാം. ഗുഡ് ഗേൾ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവിടെ നോക്കിക്കേ, ഗ സൗണ്ടാണ് അല്ലേ, ഗ. അത് ഏതിൽ തന്നെയാണ്? വ്യഞ്ജനാക്ഷരത്തിലാണ്. അപ്പോൾ ഗുഡ് ഗേൾ, രണ്ട് വേർഡ്സിൻ്റെ ആദ്യത്തെ വാക്ക് കോൺസണൻറ്റ് വ്യഞ്ജനാക്ഷരങ്ങളിലാണ് തുടങ്ങിയിരിക്കുന്നത്. അങ്ങനെ ഒരു വരിയിൽ വ്യഞ്ജനാക്ഷരങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ആദ്യത്തെ വാക്കായിട്ട് തന്നെ റിപ്പീറ്റ് ചെയ്ത് വരണം കേട്ടോ. ആദ്യത്തെ അക്ഷരമായിട്ട് തന്നെ റിപ്പീറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അതിനെയാണ് അലിറ്ററേഷൻ എന്ന് പറയുന്നത്. വേറെ എക്സാമ്പിൾ നോക്കാം. ഗുഡ് ഗേൾസ്. ഓക്കെ. പിന്നെ ബ്രേവ് ബോയ്സ്, കണ്ടോ അവിടെ ബ് സൗണ്ട് തന്നെ റിപ്പീറ്റ് വന്നിട്ടുണ്ട്. ബ്രേവിൻ്റെ ബും ബോയ്സിൻ്റെ ബ് 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 സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് അടുത്തടുത്ത് ഒരു വരിയിൽ തന്നെ വന്നു. അവിടെ എന്താണ്? അലിറ്ററേഷനാണ്. ഈ ഗുഡ് ഗേൾസ്, ബ്രേവ് ബോയ്സ് ഒക്കെ പോയിട്ട് എഴുതിയതല്ല, ഞാൻ എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പം നമുക്ക് ഇഷ്ടമുള്ള ഇങ്ങനത്തെ ഈസി ആയിട്ടുള്ള വേർഡ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് പോയറ്റിക് ഡിവൈസസ്, ഈ പറയുന്ന ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് പഠിക്കാം കേട്ടോ. ഓക്കെ. ഇനി വേറൊരെണ്ണം പറയാം. കോൺസണൻറ്റ് സൗണ്ട്സ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത് അലിറ്ററേഷൻ. വവൽ സൗണ്ട്സ് റിപ്പീറ്റ് ചെയ്ത് വരുന്നതിനെയാണ് അസോണൻസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ആം ആപ്പിൾ എന്ന് പറഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുക, നിങ്ങൾ വിചാരിക്കുക ആം ആപ്പിൾ. ഇവിടെ ആ സൗണ്ട് റിപ്പീറ്റഡ് വന്നിട്ടില്ലേ? ആൻ, അതിൽ ആ എന്ന് വന്നിട്ടുണ്ട്. ആപ്പിളിലും ആ എന്ന് വന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു സ്വരാക്ഷരങ്ങൾ എന്താണ്? വവൽസ് ആണ്. കണ്ടോ? അപ്പോൾ വവൽസ് റിപ്പീറ്റ് ചെയ്ത് വന്നേക്കാണ്. അങ്ങനെ വരുന്നതിന് എന്താ പറയുക? അസോണൻസ് എന്ന് പറയും. ആൻ ആപ്പിൾ. ഓക്കെ. കണ്ടോ അവിടെ ആ. പിന്നെ നമുക്ക് ആ ഇ ഉ അങ്ങനെ ഇത് ഈ പറയുന്ന എല്ലാ സ്വരാക്ഷരങ്ങളും വെച്ച് നമുക്ക് അസോണൻസിൻ്റെ എക്സാമ്പിൾസ് ഇങ്ങനെ പറഞ്ഞു നോക്കാം കേട്ടോ. യെസ്. അപ്പോൾ പോയിട്ട് ഇങ്ങനെ വവൽസ് റിപ്പീറ്റ് ചെയ്ത് ഒരു വരി തന്നെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെയാണ് അസോണൻസ് എന്ന് പറയുക. കോൺസണൻസ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത് അലിറ്ററേഷൻ, വവൽസ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത് അസോണൻസ്. അപ്പോൾ നമ്മളിപ്പോൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു? സിമിലി പറഞ്ഞു, ലൈക്ക് മാസ് ഉപയോഗിക്കുന്നത് സിമിലി, ലൈക്ക് മാസ് ഉപയോഗിക്കാതെ കമ്പയർ ചെയ്യുന്നത് മെറ്റഫർ, ഹ്യൂമൻ ബീങ്സ് ചെയ്യുന്ന കാര്യങ്ങൾ ജീവനില്ലാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുന്നത് പേഴ്സോണിഫിക്കേഷൻ, വവൽ സൗണ്ട്സ് റിപ്പീറ്റ് ചെയ്ത് ഒരു വരിയിൽ തന്നെ വന്നു കഴിഞ്ഞാൽ അസോണൻസ്, കോൺസണൻറ്റ് സൗണ്ട്സ് റിപ്പീറ്റ് ചെയ്ത് ഒരു വരിയിൽ തന്നെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അലിറ്ററേഷൻ. ഇനി കുറച്ച് എളുപ്പമുള്ളത് തന്നെ പറഞ്ഞുതരാം കേട്ടോ. ഓക്സിമോറോൺ. ഓക്സിമോറോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വരി തന്നെ അടുത്തടുത്ത് ഓപ്പോസിറ്റ്സ് വരണം. ഈസി ആയിട്ടുള്ള കുറച്ച് ഓപ്പോസിറ്റ്സ്, ഗുഡ് ബാഡ്, ലോങ് ഷോർട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ എന്താ ഹാപ്പി സാഡ്, ഇതൊക്കെ കണ്ടോ ഓപ്പോസിറ്റ്സ് ആണ്. അപ്പോൾ ഓക്സിമോറോൺ ഓപ്പോസിറ്റ്സ് ആണ്. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കി, ഓക്സിമോറോൺ ഓപ്പോസിറ്റ്സ്. അങ്ങനെ ഓപ്പോസിറ്റ്സ് ഒരു വരി തന്നെ അടുത്തടുത്ത് വരണം കേട്ടോ. ഒരു വരിയിൽ ഒരു ഓപ്പോസിറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് വരിയിൽ ഓപ്പോസിറ്റ് ആണ് അതിൻ്റെ, അങ്ങനെയില്ല. അടുത്തടുത്ത് ഒരു വരി തന്നെ ഓപ്പോസിറ്റ്സ് വന്നാൽ ദാറ്റ് ഈസ് ഓക്സിമോറോൺ. ഒരെണ്ണം പറഞ്ഞുതരാം. നമുക്ക് ഇഫ് എന്ന് പറഞ്ഞിട്ട് റൂഡിയാർഡ് കിപ്ലിങ്ങിൻ്റെ ഒരു പോയട്രി ഉണ്ട്. അതിൽ ട്രയംഫ് ആൻഡ് ഡിസാസ്റ്റർ ട്രീറ്റ് ദോസ് ടു ഇമ്പോസ്റ്റേഴ്സ് ജസ്റ്റ് ദ സെയിം എന്നൊരു വരിയുണ്ട്. അപ്പോൾ അവിടെ ട്രയംഫ് ആൻഡ് ഡിസാസ്റ്റർ, ട്രയംഫ് എന്ന് പറഞ്ഞാൽ വിജയം, ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ പരാജയം. അപ്പോൾ വിജയം പരാജയം എന്നുള്ള രണ്ട് ഓപ്പോസിറ്റ് ഐഡിയാസ് ഒരുമിച്ച് ഒരു വരി തന്നെ അടുത്തടുത്ത് വന്നേക്കാം. ട്രയംഫ് ആൻഡ് ഡിസാസ്റ്റർ, അങ്ങനെ ഇനി അത്. അപ്പോൾ അവിടെ എന്താ വന്നേക്കണത്? ഓക്സിമോറോൺ ആണ്. അല്ലെങ്കിൽ വേറെ നോക്കാം, ഡെത്ത് ലെവലറിൽ തന്നെ വിക്ടർ വിക്ടിം ബ്ലീഡ്സ് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ വിക്ടർ എന്ന് പറഞ്ഞാൽ വിജയിച്ച ആള്, വിക്ടിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിക്ടിമായ ആളെന്നൊക്കെയുള്ള മീനിങ് ആണ്. അപ്പോൾ വിക്ടറും വിക്ടിമും ഓപ്പോസിറ്റ്സ് ആണ്, അടുത്തടുത്ത് വന്നു. അവിടെയും എന്താ ഈ പറയുന്ന ഓക്സിമോറോൺ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ വലിയ വലിയ എക്സാമ്പിൾസ് നോക്കേണ്ട സിമ്പിളായിട്ട്. ഇപ്പോൾ ഗുഡ് ബാഡ്, ഹാപ്പി സാഡ്, ലോങ് ഷോർട്ട്, അങ്ങനെ നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് ഓക്സിമോറോൺ കിട്ടും. വേറൊരെണ്ണം പറഞ്ഞുതരാം, ഹൈപ്പർബോളിക്.
ഹൈപ്പർബോളി മീനിങ് എക്സാജറേറ്റ് ചെയ്ത് പറയുന്നത്. 1000 തവണ ഞാൻ പറഞ്ഞു മിണ്ടാണ്ടിരിക്കാൻ. പക്ഷെ ശരിക്കും നമ്മൾ എത്ര തവണ പറയും? 1000 തവണയും നമ്മൾ ഒരിക്കലും പറയില്ല. നമ്മൾ ഒന്നോ രണ്ടോ തവണ പറഞ്ഞാലും നമ്മളതിനൊന്ന് കുറച്ച് കൂട്ടി പറയും. വേറെ എക്സാമ്പിൾ പറയാം. നമ്മൾ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടാവും അല്ലേ? ജയറാമിൻ്റെ മകൻ കാളിദാസ് ജയറാമിൻ്റെയാണ്. അപ്പോൾ അതിൽ ഇവനിങ്ങനെ ഒരു ആമയെ കണ്ടു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവൻ ഇങ്ങനെ പറയും, എടാ ആമ എത്ര ഉണ്ടായിരുന്നു? ഇത്ര ഉണ്ടായിരുന്നു. എത്ര ഉണ്ടായിരുന്നു? ഇത്ര ഉണ്ടായിരുന്നു. എത്ര? ഇത്രയും. ശരിക്കും ആമ എത്ര ഉണ്ടായിരുന്നു? ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ കുട്ടി എന്ത് ചെയ്തു? അത് എക്സാജറേറ്റ് ചെയ്ത് ഇത്രയും വലിയ ആമ എന്ന് പറഞ്ഞു. സോ നമ്മുടെ പോയിറ്റ്സും ചിലപ്പോൾ ഒന്ന് എക്സാജറേറ്റ് ചെയ്ത് വലിയതാക്കി പറയും. ശരിക്കും ഒരു ഇത്തിരിയൊക്കെ ഉണ്ടാവുള്ളൂ. അതായത് ഒരെണ്ണം അല്ലെങ്കിൽ രണ്ടെണ്ണത്തിന് 1000 എന്നൊക്കെ പറഞ്ഞ് ഒന്ന് ഇച്ചിരി എക്സാജറേറ്റ് ചെയ്യും. അങ്ങനെ എക്സാജറേറ്റ് ചെയ്ത് ഇച്ചിരി ഹൈപ്പ് കൂട്ടി പറയുന്നതിനെയാണ് ഹൈപ്പർബോളി എന്ന് പറയുന്നത്. ഹൈപ്പർബോളി എന്ന് പറഞ്ഞാൽ എക്സാജറേറ്റ് ചെയ്യുക. ഇച്ചിരി ഉണ്ടെങ്കിലും കുറച്ച് കൂട്ടി പറയുന്നതിനെയാണ് ഹൈപ്പർബോളി എന്ന് പറയുന്നത്. പോയിറ്റ്സ് കോമൺ ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. നമ്മൾ ഉപയോഗിക്കും, പോയിറ്റ്സും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് എക്സാജറേഷൻ എന്നുള്ളത്. ദാറ്റ് ഈസ് ഹൈപ്പർബോളി. അപ്പോൾ ഇതൊക്കെയാണ് കോമൺ ആയിട്ട് കണ്ടുവരാറുള്ള പോയറ്റിക് ഡിവൈസസ് അല്ലെങ്കിൽ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച്. വേറൊരെണ്ണം പറയാം. ദാറ്റ് ഈസ് മെറ്റോണിമി. മെറ്റോണിമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ടീച്ചർ എന്ന് പറയുന്ന വേർഡ് ഡയറക്റ്റ് ഉപയോഗിക്കാതെ ബ്ലാക്ക് ബോർഡ് എന്നൊരു ടീച്ചർ ഉപയോഗിക്കുന്ന ഒരു ഒബ്ജക്റ്റ് അതായത് ടീച്ചർ എന്ന് പറയുന്നില്ല, ടീച്ചർ ഉപയോഗിക്കുന്ന ഒബ്ജക്റ്റ് ആയിട്ടുള്ള ബ്ലാക്ക് ബോർഡ് എന്ന് പറഞ്ഞു. ബ്ലാക്ക് ബോർഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഐഡിയ കിട്ടില്ലേ ടീച്ചർ ആണെന്നുള്ളത്. ബ്ലാക്ക് ബോർഡ് യൂസ് ചെയ്യുന്ന ആളാരാണ്? ടീച്ചറാണ്. അപ്പോൾ ടീച്ചറിന് എന്നാൽ ഡയറക്റ്റ് പറഞ്ഞിട്ടുമില്ല. ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ പറയാം. സ്കെപ്റ്റർ ആൻഡ് ക്രൗൺ. അതായത് സ്കെപ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെങ്കോല്, ക്രൗൺ എന്ന് പറഞ്ഞാൽ കിരീടം. ഈ കിരീടവും ചെങ്കോലൊക്കെ ഉപയോഗിക്കുന്ന ആളാരാണ്? കിങ് ആണ്. കിങ് എന്ന് ഡയറക്റ്റ് പറയാതെ സ്കെപ്റ്റർ ആൻഡ് ക്രൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് നമുക്ക് മനസ്സിലാവും. യെസ്, അവിടെ ഉദ്ദേശിക്കുന്നത് കിങ്ങിനെയാണ്. അല്ലെങ്കിൽ വേറൊരു എക്സാമ്പിൾ പറയാം. സ്കൈത്ത് ആൻഡ് സ്പേഡ്. അതായത് അരിവാളും തൂമ്പയാണ് സ്കൈത്ത് ആൻഡ് സ്പേഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ അരിവാളും തൂമ്പയും ഉപയോഗിക്കുന്ന ആളുകൾ ആരാണ്? ലേബറേഴ്സ് അല്ലെങ്കിൽ ഫാർമേഴ്സ് ഒക്കെയാണ്. അപ്പോൾ ഡയറക്റ്റായിട്ട് ഫാർമേഴ്സിനും ലേബറേഴ്സിനും പറഞ്ഞിട്ടില്ല, പക്ഷെ അവർ ഉപയോഗിക്കുന്ന ഈ ടൂൾസിൻ്റെ പേര് പറഞ്ഞു. സ്റ്റെതസ്കോപ്പ് എന്ന് ഞാൻ പറഞ്ഞു എന്ന് വിചാരിക്കേ. സ്റ്റെതസ്കോപ്പ് ഉപയോഗിക്കുന്ന ആളെ പറഞ്ഞില്ല, അവരുപയോഗിക്കുന്ന ആ സ്റ്റെതസ്കോപ്പ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് ആരും ഉപയോഗിക്കുക? ഡോക്ടർ, നേഴ്സ് ഒക്കെയാണ്. അത് മെഡിക്കൽ ഫീൽഡാണ്. അപ്പം നമുക്ക് ഡയറക്റ്റ് ആ പേര് പറയണില്ല, ആളാരാന്ന് പറയാതെ അവരുപയോഗിക്കുന്ന ഒബ്ജക്ട്സും മെറ്റീരിയൽസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് മെറ്റോണിമി. ഇപ്പം നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു ഐഡിയ ശരിക്കും ഒന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഇത് വലിയ കോംപ്ലക്സ് അല്ല, അത്യാവശ്യം ഈസിയാണ്. നമ്മൾ ചെറുപ്പം മുതൽ പഠിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, എന്നാലും ഇത് ഈസി അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കുക, അത്യാവശ്യം ഈസിയാണ് അല്ലേ? അപ്പോൾ നിങ്ങൾ ഇതെല്ലാം ഒന്ന് തന്നെ എക്സാമ്പിൾസ് ഉണ്ടാക്കി പറഞ്ഞു നോക്കുക. അപ്പോൾ അത് ഉറപ്പായിട്ടും പഠിക്കാൻ പറ്റും നമുക്ക്. അപ്പം ഞാൻ പറഞ്ഞത് എന്താണെന്ന് ഒന്നുകൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് പോവാം. നമുക്ക് സിമിലി പറഞ്ഞു, ലൈക്കും ആസ് ഉപയോഗിച്ച് കമ്പയർ ചെയ്താൽ സിമിലി, ലൈക്കും ആസും ഇല്ലാതെ കമ്പയർ ചെയ്താൽ മെറ്റഫർ. ജീവൻ ഇല്ലാത്ത കാര്യങ്ങൾ ഹ്യൂമൻ ബീങ്സ് ചെയ്യണ കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞാൽ പേഴ്സോണിഫിക്കേഷൻ. കോൺസണന്റ് സൗണ്ട്സ് റിപ്പീറ്റ് ചെയ്ത് ഒരു വരി തന്നെ ആദ്യത്തെ വാക്ക് ആദ്യത്തെ ലെറ്ററിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് അലിറ്ററേഷൻ. വവൽ സൗണ്ട്സ് റിപ്പീറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ഒരു വരിയിൽ അടുത്തടുത്ത് വവൽ സൗണ്ട്സ് ആദ്യത്തെ ലെറ്റർ വവൽ സൗണ്ട്സ് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് അസോണൻസ്. ദെൻ ഓപ്പോസിറ്റ്സ് അടുത്തടുത്തൊരു വരി തന്നെ വന്നു കഴിഞ്ഞാൽ ഓക്സിമോറോൺ. പിന്നെ ഡയറക്റ്റ് ഇന്ന സംഭവമാണെന്ന് പറയാതെ അവർ ഉപയോഗിക്കുന്ന എന്തെങ്കിലും പറ്റി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മെറ്റോണിമി. അപ്പോൾ ഇങ്ങനെ കുറേ പോയറ്റിക് ഡിവൈസസ് ആണ് നമ്മളിന്ന് പഠിച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ ഒരു ഐഡിയ ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവുന്നു. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? തന്നെ എക്സാമ്പിൾസ്, ഈസി ആയിട്ടുള്ള എക്സാമ്പിൾസ്, സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞില്ലേ, അതേപോലത്തെ ചെറിയ ചെറിയ എക്സാമ്പിൾസ് വെച്ച് ഇത് പഠിച്ചു നോക്കുക. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പോയട്രിയിൽ പോയിട്ട് ഉപയോഗിക്കുന്ന വലിയ വലിയ എക്സാമ്പിൾസും പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.